രാജസ്ഥാനിൽ പോകണം. അവൻ ഫുഡൊക്കെ ആയിട്ടാണ് പോണത്. വെറും കയ്യോ റീൽസും കണ്ട് പുതിയ നമ്മളും പോണേ രാജസ്ഥാനിലേക്ക്. ഒന്നും നോക്കില്ല, എല്ലാ സാധനവും വണ്ടിയിൽ കടക്കയറ്റി ചോറൊക്കെ വെച്ചുകൊണ്ട് കാണാൻ. അതിന് പാത്രം, കഞ്ഞി, അരി, കോഴിമുട്ട തുടങ്ങിയ എല്ലാ സാധനവും വെള്ളമൊക്കെ തട്ടീനെ കയറ്റിനൊക്കെ ഞങ്ങൾ നേരെ പുറപ്പെട്ട് നമുക്കൊരു 8 മണിക്കൂർ പോകാണ്ട് രാജസ്ഥാനിലേക്ക്. നമ്മൾ UP നിന്നാണ് പോകുന്നത്. ലഗേജൊക്കെ ഫുള്ളാണ്. ഒന്നും നോക്കിയില്ല, നമ്മൾ ക്ഷീണിച്ചപ്പോൾ അതാ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്ത് നല്ലൊരു ഇഞ്ചി ചായയും കുടിച്ച്. ഈ തണുപ്പത്ത് വരെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സാർ കിട്ടില്ല. നമ്മളതിൽ ചായയൊക്കെ കുടിച്ച് അതിന് കുടിച്ച് പിന്നെ ക്ലാസ് നമ്മൾ വെച്ചിക്കൂല. ഈ ക്ലാസ് കുടിക്കാൻ പ്രത്യേക സുഖമാണ്. ക്ലാസ് എല്ലാം നമ്മൾ അതിൽ ഒഴിവാക്കി ക്ലാസ് അവിടെ കിടക്കട്ടെ. ഞങ്ങളത് വീണ്ടും പുറപ്പെട്ട് നേരെ എക്സ്പ്രസ് ഹൈവേ കയറി. ഇതേമ കയറിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല സുഖമാണ്. കണ്ണും പൊട്ടി അങ്ങനെ പോകാം. 120 പോകാൻ പറ്റുള്ളൂ. നമ്മൾ 140 പറഞ്ഞു കിടക്കട്ടെന്ന്. പിന്നെ കുറച്ച് പോയിട്ട് നമ്മൾ വാഷ്റൂം പോയി ഫ്രഷ് ആയി നല്ലൊരു ചായയും കുടിച്ച് പിന്നെയും കുറേ പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല വിശക്കുണ്ടായി. പള്ളേന്ന് എന്തൊക്കെ തുററിവ് നടത്തുന്നുണ്ട്. ഏതായാലും നമ്മൾ സൈഡാക്കി നല്ല ഫുഡായിട്ട് കഴിച്ച്. ബിരിയാണി കഴിച്ച്. ഏതായാലും ബിരിയാണി സൂപ്പർ ബിരിയാണി. ഈ NH അല്ല ഈ എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ ബിരിയാണി പറഞ്ഞല്ലേ വേറെ മൂടന്നെ. അത് നല്ല തണുപ്പത്ത് എന്താ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ അടുത്ത് നീട്ടായിട്ട് വെച്ചിട്ടുണ്ട് ജയ്പൂരത്തുണ്ടല്ലോ. ഞങ്ങളതാ പോയി അവസാനം ജയ്പൂരെത്തിയോ. ജയ്പൂരെത്തിയപ്പോൾ ഒരു സുഖം. നമ്മൾ ജയ്പൂരെത്തി നേരെ വിട്ടത് ഹവാമഹൽക്ക് വിട്ടു. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിരിക്കണേ. നമ്മൾ ഹവാമഹൽ എത്തിയപ്പോഴത്തെ ലൈറ്റൊക്കെ ഓഫ് ആയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഹവാമഹലിൻ്റെ ലുക്ക്. ഏതായാലും നാളെ രാവിലെ കാണാൻ അയച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയി. റൂം തപ്പി അവസാനം നമുക്കൊരു 900 രൂപയ്ക്ക് റൂമോട് സെറ്റാക്കി. നമ്മൾ ഒന്നും നോക്കിയില്ല. അങ്ങനെ നല്ല വൃത്തിയുള്ള റൂമാണ്. ഒക്കെ ഇവിടെ കിടന്നുറങ്ങി. അപ്പം ബാക്കി പിന്നെ